നമസ്കാരം, ഡാറ്റ ഫാക്ടറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡാറ്റ വിഷ്വലൈസേഷൻ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് എന്നും എങ്ങനെ നമുക്ക് ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും ഒക്കെ നമ്മൾ നോക്കി അല്ലേ. ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ഡിസിഷനാണ് രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിളിലെ ഏത് കാറ്റഗോറിക്കൽ വേരിയബിളിനെ നമ്മൾ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആക്കണമെന്നും ഏത് കാറ്റഗോറിക്കൽ വേരിയബിളിനെ നമ്മൾ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആക്കണം എന്നുള്ളത്. ഈ ഒരു ചോയ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ ഡാറ്റയിലുള്ള പാറ്റേൺസും ഇൻസൈറ്റ്സും നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ യൂസേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണമെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കമ്പാരിസൺ വളരെ ക്ലിയർ ആയിട്ട് യൂസേഴ്സിന് മനസ്സിലാവണമെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏത് കാറ്റഗറിയെ ഞാൻ പ്രൈമറി ആക്കണമെന്നും ഏത് കാറ്റഗറിയെ ഞാൻ സെക്കൻഡറി ആക്കണമെന്നുള്ളത്. ഒരു ഡൊമൈൻ നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ഡിസിഷൻ വളരെ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാവർക്കും എല്ലാ ഡൊമൈനിലും നോളജ് ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് റൂളുകളുണ്ട്. അപ്പോൾ ആ റൂളുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിതൗട്ട് എനി ഫർദർ അഡോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റൂൾ നമ്പർ 1, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗോറിക്കൽ വേരിയബിൾസിൽ ഏതെങ്കിലും ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കാറ്റഗോറിക്കൽ വേരിയബിളിനെ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഹ്യൂമൻ ബീയിങ്സ് ടൈം റീഡ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒരു എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ പാസ്റ്റ് വാല്യൂസും റൈറ്റിലേക്ക് കാണിക്കുന്നതൊക്കെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂസുമാണ് നമ്മൾ കാണിക്കാറ്. അതായത് ടൈം എപ്പോഴും ഒരു വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നാച്ചുറൽ വേ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ടെമ്പറൽ കാറ്റഗറീസ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെമ്പറൽ കാറ്റഗറീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ട് നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എന്താണ്, 3 ഡിഫറെൻറ്റ് ഇയേഴ്സിലെ 3 ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളുടെ സെയിൽസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി ചൂസ് ചെയ്തത് ഒരു ടെമ്പറൽ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഓരോ ക്ലസ്റ്റേഴ്സ്, അതായത് ഓരോ ഗ്രൂപ്പുകളിലെ ബാറുകളായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് എന്താണ്, ഓരോ പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇൻറ്റ്യൂറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു കൺഫ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് കമ്പാരിസൺ ചെയ്യാനുമായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് എടുത്തിട്ടുണ്ട്. മന്ത്ലി സെയിൽസ് ആണ് എടുത്തിട്ടുള്ളത്. എക്സ് ആക്സസിൽ, അതായത് നമ്മുടെ പ്രൈമറി ആക്സസിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഏതാണ്, മന്ത് ആണ്. മന്ത് ഒരു ടെമ്പറൽ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി ചൂസ് ചെയ്തു. സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ, അതായത് നമ്മൾ ഓരോ ബാർ ക്ലസ്റ്ററുകളിലെയും ബാറുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ്. ഇവിടെ അത് പ്രൊഡക്റ്റ് A, B and C ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലോട്ട് ചെയ്യേണ്ടത്. റൂൾ നമ്പർ 2, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 കാറ്റഗോറിക്കൽ വേരിയബിൾസിൽ രണ്ടും നോൺ ടെമ്പറൽ ആണ്. അതായത് 2 കാറ്റഗോറിക്കൽ വേരിയബിൾസും ടൈമിനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, ഏത് കാറ്റഗറിക്കാണോ ഏറ്റവും കൂടുതൽ നാച്ചുറൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് ഇമ്പോർട്ടൻസ് തോന്നുന്നത് ആ കാറ്റഗറിയെ നമ്മൾ എപ്പോഴും എന്താക്കണം, പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി ചൂസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് സ്കൂൾസ്, ഓരോ സ്കൂളുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓരോ സ്കൂളുകളിലെയും സബ്ജക്റ്റുകളുടെ മാർക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് അല്ലേ. ആ സ്കൂളിലാണ് എന്തുള്ളത്, സബ്ജക്ട്സും മാർക്കുകളും ഉള്ളത്. അപ്പോൾ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യണം, സ്കൂൾ എന്ന് പറയുന്ന കാറ്റഗറിയെ നമ്മൾ പ്രൈമറി കാറ്റഗറി ആക്കി വെക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സെക്കൻഡറി കാറ്റഗറി ആക്കിയും വെക്കണം. ഈ ഒരു വിഷ്വൽ നിങ്ങൾ നോക്കുക. ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്, എക്സ് ആക്സിസിൽ ഡിഫറെൻറ്റ് സ്കൂളുകളുടെ നെയിംസ് എടുത്തു. കാരണം എന്താണ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഓരോ സ്കൂളുകളെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി എടുത്തിട്ട് ഓരോ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തു. ഓരോ ക്ലസ്റ്ററുകളിലും ബാറുകളെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ യൂസ് ചെയ്തത് സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഇവിടെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇനി 2 വേരിയബിൾസും നോൺ ടെമ്പറൽ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് കാറ്റഗറിക്കാണോ
കുറവ് ലെവലുകളുള്ളത് അതിനെ നമ്മൾ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആക്കും. ഈ ലെവലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ഒരു കാറ്റഗോറിക്കൽ കോളമാണ് ജെൻഡർ. ആ ജെൻഡർ എന്ന് പറയുന്ന കോളത്തിൽ മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നതിനെയാണ് ഞാൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിൾസ് ഉള്ളതിൽ ഏത് കാറ്റഗോറിക്കൽ വേരിയബിൾസിനാണോ കുറവ് ലെവലുകൾ ഉള്ളത്, അതായത് കുറച്ച് ലെവലുകൾ ഉള്ളത്, ആ കാറ്റഗോറിക്കൽ വേരിയബിളിനെ നമ്മൾ എന്താക്കും? സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? പ്രൈമറി ആക്സിസ്, അതായത് നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കൺട്രി നെയിംസ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ ചൂസ് ചെയ്തത് എന്താണ്? ഏറ്റവും കുറവ് ലെവലുകളുള്ള, അതായത് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന രണ്ട് ലെവലുകളുള്ള കാറ്റഗോറിക്കൽ വേരിയബിളിനെയാണ് നമ്മൾ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഇങ്ങനെ എടുത്തത് കൊണ്ടുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ നമുക്ക് 2 കളേഴ്സ് യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് 2 കളറുകളെ നമ്മൾ നമ്മുടെ ബാറുകളായിട്ട് മാപ്പ് ചെയ്താൽ മതി. ഇനി 2 വേരിയബിൾസും നോൺ ടെമ്പറൽ വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ വാല്യൂസ് ന്യൂമറിക്കൽ റേഞ്ച് അല്ലെങ്കിൽ ഓർഡിനൽ റേഞ്ച് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കാറ്റഗറിയെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഏജ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ 10 to 15 അല്ലെങ്കിൽ 16 to 20 എന്ന് പറയുന്ന പോലെ ഏജ് ഗ്രൂപ്പുകളാണുള്ളതെങ്കിൽ ഏജ് ഗ്രൂപ്പ് എന്താണ്? ഒരു ഓർഡർ ഉള്ള കാറ്റഗറിയാണ് അല്ലേ. അതിനൊരു ഇൻഹറൻറ്റ് ഓർഡർ ഉണ്ട്. നമ്മളതിന് ഓർഡിനൽ കാറ്റഗോറിക്കൽ ഡാറ്റ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അത്തരം കാറ്റഗോറിക്കൽ ഡാറ്റകളാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇവിടെ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്? 4 ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പുകളുടെ ഏജ് ഗ്രൂപ്പ്, ഓരോ ഏജ് ഗ്രൂപ്പിലുമുള്ള മീഡിയൻ ഇൻകം ആണ് നമ്മളിവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സിസ്, നമ്മുടെ പ്രൈമറി ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തു? എത്നിക് ഗ്രൂപ്പുകളെയാണ് പ്ലോട്ട് ചെയ്തത് അല്ലേ. അതിനെയാണ് നമ്മൾ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ട് വെച്ചത്. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഓരോ എത്നിക് ഗ്രൂപ്പുകളെയാണ് കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏജ് ഗ്രൂപ്പുകൾ, അതായത് ഏജ് റേഞ്ചുകളെ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ആ ഒരു ട്രെൻഡും പാറ്റേൺസും നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിരുന്നെങ്കിലോ, അതായത് ഏജ് ഗ്രൂപ്പിനെ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിട്ടും എത്നിക് ഗ്രൂപ്പിനെ നമ്മൾ സെക്കൻഡറി ആണ് ആയിട്ട് പ്ലോട്ട് ചെയ്തതെങ്കിൽ നമുക്ക് മിസ്സാവുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഓരോ എത്നിക് ഗ്രൂപ്പുകൾക്കുള്ളിലുള്ള ആ ഒരു ഏജ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റാതെ വരും. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏതിനെയാണ്? എത്നിക് ഗ്രൂപ്പ്സിനാണ്, അല്ലാതെ ഏജ് ഗ്രൂപ്പിനെ അല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരിക്കലും വിഷ്വലൈസ് ചെയ്യരുത്. മൂന്നാമത്തെ റൂള്, അതായത് ചില സമയത്ത് നമ്മുടെ 2 കാറ്റഗോറിക്കൽ വേരിയബിൾസും നോൺ ടെമ്പറൽ ആയിരിക്കാം. അതായത് രണ്ടും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത കാറ്റഗറികളായിരിക്കാം. അതേപോലെ തന്നെ രണ്ടിനും സിമിലർ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ രണ്ടിനും സിമിലർ നമ്പർ ഓഫ് ലെവൽസ് അല്ലെങ്കിൽ മാനേജബിൾ നമ്പർ ഓഫ് ലെവൽസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് 2 രീതിയിലും നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അതായത് ഒരു കാറ്റഗറിയെ നമ്മൾ പ്രൈമറി ആക്കുന്നു, മറ്റേതിനെ സെക്കൻഡറി ആക്കുന്നു, എന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് നമ്മുടെ ഡാറ്റയിലെ സ്റ്റോറി കറക്റ്റായിട്ട് ഇത് ഈ വിഷ്വലൈസേഷനിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെൻഡും പാറ്റേണും എല്ലാം ഇങ്ങനെ ഈ ഒരു സെലക്ഷനിൽ കൂടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ചിടുന്നു. അതായത് ആദ്യം പ്രൈമറി ആക്കിയതിനെ സെക്കൻഡറി ആക്കുന്നു, പിന്നീട് സെക്കൻഡറി ആക്കിയതിനെ പ്രൈമറി ആക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നു. ഈ വിഷ്വലൈസേഷനിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ട്രെൻഡുകളും പാറ്റേണും എല്ലാം ഈസി ആയിട്ട് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക സെലക്ഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൈമറി കാറ്റഗറി വേരിയബിളും സെക്കൻഡറി കാറ്റഗറിക്കൽ വേരിയബിളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു നല്ല ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.